ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ക്രിസ്മസ് കഴിഞ്ഞു, അടുത്ത ന്യൂ ഇയർ അല്ലേ വരുന്നത്. ആ ക്രിയകളെല്ലാം പറക്കി നമ്മൾ കളഞ്ഞിട്ട് വീടൊക്കെ വൃത്തിയാക്കാം, പുതുവർഷത്തെ വരവേൽക്കാം. നന്നാവാനുള്ളവർക്കൊക്കെ നന്നാവാനൊരു ചാൻസാണ്. പിന്നെ നമ്മൾ പറയത്തില്ലേ, അടുത്ത ന്യൂ ഇയർ നന്നായേക്കാം. നന്നാവാനുള്ളവർ കേട്ടോ, നന്നായവർക്കല്ല, നന്നാവാനുള്ളവർ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് വൃത്തിയാക്കി. ഞങ്ങളുടെ വീടിൻ്റെ പെയിൻ്റടി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ചെറുതുകളെയൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കി നമുക്ക് ന്യൂ ഇയറിനെ വിളിച്ച് വരുത്തേക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകാൻ കൂടെ ചെയ്യണം. ഇതാണ് നമ്മുടെ ഹാള്. ഡൈനിങ് തൊട്ട് ഹാൾ മൊത്തം എംറ്റിയാണ്. ഹോളിലെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞു, റെഡിയാക്കി ഇട്ടേക്കുക. അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാമേ. ഇപ്പം ശരിയായില്ലേ? ഇപ്പോഴാണ് ശരിയായത്. നമ്മൾ എന്തായാലും നന്നാവാൻ പോകില്ല. അപ്പോൾ പുതിയ സെറ്റ് കവർ വെച്ച് ഒരു ബ്ലൂ കോമ്പിനേഷൻ ആയിക്കോട്ടെ വിചാരിച്ചു. നമ്മുടെ സെറ്റ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ. പുതിയ സെറ്റ് കവർ വെച്ചിട്ട് കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്ന് പറയാം. കമൻറ്റ് അറിയിക്കുന്നു. ഞങ്ങൾ ഷിലോങ്ങിൽ പോയപ്പോൾ കൊണ്ടുവന്ന മാറ്റ്, ഇത് മാച്ച് ചെയ്യുന്ന മാറ്റാണ്. അത് രസമില്ല. ഓക്കെ, വീട് അടിപൊളിയായി. നമ്മുടെ കരക്കാത്തിലൊക്കെ ചെറിയൊക്കെ ഇരിക്കുന്നത് നേരത്തെ ഇരുന്ന ആവുന്നില്ല, വെളിയിലിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നമുക്ക് പൂജാ റൂം സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹോളിൻ്റെ കാണിക്കണം. ഹോളിൻ്റെ ഫൈനലായിട്ടില്ല, ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കയറണം. മാറ്റ് ബ്ലൂ ആണ്, ഈ മാറ്റ് നേരത്തെ വാങ്ങിച്ചത്. അപ്പോൾ അതിന് ചേരുന്ന കസേരക്കവർ വാങ്ങിച്ചതാണ്, 12 വാങ്ങിച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ പുതിയ സെറ്റ് കവർ. സെറ്റൊക്കെ പഴയതാണ്. ഇനി വലിയ ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവമാണ് ഇത്. ഇപ്പോൾ ഒരു മാസമായി, 1.5 മാസമായി പൂജാ റൂം ചെയ്തിട്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ മെയിൻ ആൾ വെളിയിലായിരിക്കുന്നത്, എടുത്തോണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മെയിൻ ആൾ ഇവിടുത്തെ. ചീത്ത പറയാനുണ്ടെങ്കിലും സ്നേഹിക്കാനുണ്ടെങ്കിലും ഒക്കെയുള്ള ആളാണ്. ഇപ്പൊ ടാസ് ചെയ്തില്ലേ പോലും ആളോളാണ്. ബാക്കി സാധനങ്ങളെല്ലാം പറ്റുന്നത് നമ്മുടെ ലക്ഷ്മി. സ്റ്റോറിലാണ് വൈപ്പി. ബാക്കി ചെറിയ സെല്ലാണ് നമ്മുടെ ഭാഗവതം. രാമായണം,
നമ്മുടെ ദേവി മഹാത്മ്യം, സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, നാമം ചൊല്ലുന്ന പുസ്തകമാണ്. നമ്മൾ ഷില്ലോങ്ങിൽ നിന്നുള്ള ഒരു കൊട്ടയും 2 പൂച്ചയും. പിന്നെ കൊട്ടയ്ക്ക് വെറും 94 രൂപയുള്ളൂ. നല്ല കൊട്ടയല്ലേ? ഒരുപാട് പേര് ഇവിടെ വന്ന് കണ്ടിട്ട് ചോദിച്ചാൽ ഇവിടെ നിന്നായിരുന്നു പറഞ്ഞു. പൂക്കൂടയാണ്. ഇതിന് വെറും 94 രൂപയുള്ളൂ. ഷില്ലോങ്ങിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. ഇതിന് 2 ചെടിക്ക് 100 രൂപ. ഇവിടെ ഇതിന് അന്യായ വില കൊടുക്കേണ്ടി വരും. പിന്നെ ഇതൊരു ക്രിസ്റ്റൽ കൊണ്ടുള്ളൊരു ഗണപതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കാശിയുടെ പ്രായമാണ്, 10 വയസ്സ്. മണിപ്പൂര് ഡിപ്പൂരിൽ നിന്നപ്പോൾ വാങ്ങിച്ച ക്രിസ്റ്റൽ ഗണപതി. ഇത് നമ്മുടെ സ്വന്തം ഒരു കിട്ടണം. നമ്മുടെ പരവാസിക്ക് കിട്ടിയതാണ്. ഇടാവാനായിട്ട് നമ്മുടെ സുബ്രഹ്മണ്യ ബാലഗോകുലത്തിൽ നിന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തീർച്ചയായിട്ടും കഴിക്കുക. വടക്കുന്നാഥ് അമ്പലത്തിൽ ബാലഗോകുലമാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയാണ്. ഷോക്കേസ് വയ്ക്കാൻ സ്ഥലമില്ല. ഷോക്കേസ് വേറെ ദിവസം നമുക്ക് കഴിക്കുക. കാട്ടുബഹളം വയ്ക്കുന്നുണ്ട്. നമ്മുടെ വേറൊരു ഗുണമുണ്ട്. നമ്മുടെ ജവാദ് കൊണ്ടാണ് കത്തിക്കുന്നു. കാത്തുകുഞ്ഞാണോ? കാത്തു വിളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ഒരു അതിഥിയാണ്. അമ്മ മരിച്ചു പോയിട്ട് ഇവിടെ 2 പേര് വളർത്തുന്നുണ്ട്. അപ്പം അച്ഛൻ വരുമ്പോൾ അതിൻ്റെ അടുത്ത് എപ്പോഴാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇല്ല കാത്തു, പേര് കാത്തു ഓടിപ്പോയിക്കോ. ഇത് നമ്മൾ ഭാഗവതമൊക്കെ വയ്ക്കുന്ന തട്ടാം. ഇപ്പം അത് വെറുതെ വെച്ചേക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാ അവിടെ കാശി ഇരിപ്പുണ്ട്. ഹോളിൻ്റെ നമ്മുടെ ചെറിയൊരു ഹോളിൻ്റെ ഫൈനൽ ലുക്ക്. അവിടെ നിന്ന് അങ്ങനെയാണ് അടുക്കള പിന്നീടുള്ള നമുക്ക് വീഡിയോ ചെയ്യാം. ഇത് ഒരു നൈറ്റി പീസാണ്, തയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഉണ്ടല്ലോ, സെൻറ്ററിൽ പിന്നെ ക്ലോത്ത് വെച്ചിടുന്നത്. അപ്പം അതിനു വേണ്ടി ഇത് അങ്ങിട്ടു. ഇത് ഷിലോങ്ങിൽ നിന്ന് വാങ്ങിച്ചതാണ്. ട്രേയും ഈ കാണുന്ന രൂപങ്ങളും 3 ഡൈനിങ് ആയി. പിന്നെ അവിടെ എൻട്രി. ഇവിടെ ഒരു ചെടിയുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇട്ടിരിക്കുന്ന സാധനമാണ്. ഇവിടെ അല്ലായിരുന്നു ഇരുന്നത്, അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇപ്പോൾ ഇപ്പുറത്തോട്ടാക്കി. പിന്നെ സെറ്റി ഒരു ഇസഡ് പ്ലാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെയും സെറ്റി. ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഒരു മണി പ്ലാന്റ്, ഒരു ക്ലോത്ത് വെച്ചിട്ട്. പിന്നെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ചകിരിച്ചോറും മണ്ണ് കുറവാണ്, ചകിരിച്ചോറാണ് കൂടുതൽ. പിന്നെ ബ്ലൂ മാറ്റ്. ഇത് ഷിലോങ്ങിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് ഇവിടെ ചോദിച്ചപ്പോൾ 1600 എങ്ങാണ്ട് രൂപ റേറ്റ് പറയുന്നു. പക്ഷേ അവിടെ 500 രൂപയേ ഉള്ളൂ. നല്ല ക്വാളിറ്റി സാധനമാണ്. നല്ല ഒത്തിരി സ്പോഞ്ചിയാണ്. പിന്നെ അവിടെയാണ് നമ്മുടെ പൂജാമുറി ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂജാമുറി. ഇത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഒരു സ്റ്റെയറിൻ്റെ അവിടെ ആയിട്ട് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറിയ വലിയ ഹോൾ. നമ്മൾ കർട്ടൻ സെറ്റ് ചെയ്തിട്ടില്ല. അത് എങ്ങനെ വേണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തിലേക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ.